ദക്ഷിണേന്ത്യൻ ഭൂപ്രദേശത്തെ ചരിത്രകാലം എടുത്തു നോക്കിയാൽ ഒട്ടനവധി സാമ്രാജ്യങ്ങളെ നമുക്ക് കാണാനാവും. ആ സാമ്രാജ്യങ്ങളിലൊക്കെ തന്നെയും നിർണായകമായ യുദ്ധവിജയങ്ങൾ സമ്മാനിച്ച മികച്ച ഭരണാധികാരികളായ രാജാക്കന്മാരെയും നമുക്ക് കണ്ടെത്താം. ഒരുപക്ഷെ നാം പഠിക്കുന്ന ഇന്ത്യൻ ചരിത്ര മേഖലകളിൽ അത്രമേൽ പ്രാധാന്യം ഈ രാജ്യങ്ങൾക്കുണ്ടോ എന്നതും സംശയമാണ്. കടൽ കടന്ന് പല മേഖലകൾ വെട്ടിപ്പിടിച്ചെടുത്ത ചോള സാമ്രാജ്യം തമിഴകം കേന്ദ്രമാക്കി ഭരിച്ച അത്തരത്തിലുള്ള ഒരു ഗംഭീര സാമ്രാജ്യമാണ്. ഈ വീഡിയോയിലൂടെ ചോള സാമ്രാജ്യത്തിലുണ്ടായ ഏറ്റവും ശക്തരായ രാജാക്കന്മാരെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ ആദ്യമേ എടുത്തു പറയേണ്ട രാജാവ് കരികാല ചോളനാണ്. അദ്ദേഹം ഭരിച്ചിരുന്ന കാലം കൃത്യമായി പറയാനാവില്ലെങ്കിലും ഏളി ചോള കാലഘട്ടത്തിൽ ചോള സാമ്രാജ്യത്തെ വികസിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. സംഘകാല സാഹിത്യത്തിൽ അങ്ങേയറ്റം പ്രകീർത്തിക്കപ്പെട്ട കരികാല ചോളൻ ധാരാളം യുദ്ധവിജയങ്ങളും മറ്റുമായി തൻ്റെ സാമ്രാജ്യത്തെ വലിയ തോതിൽ തന്നെ വ്യാപിപ്പിക്കുകയുണ്ടായി. എതിരാളികളായി നിന്ന പാണ്ഡ്യ ചേര രാജവംശങ്ങളും ഒപ്പം തന്നെ 11 മറ്റു ചെറുരാജ്യങ്ങളും ചേർന്ന സഖ്യത്തെ ബാറ്റിൽ ഓഫ് വെന്നിയിൽ തകർത്ത് തരിപ്പണമാക്കിയതോടെ ഏവരും ഭയക്കുന്ന ഒരു രാജാവ് കൂടിയായി കരികാല ചോളൻ മാറുകയുണ്ടായി. കൃഷിക്കായി തടയണകൾ നിർമ്മിച്ചും കൃഷിയെ പ്രോത്സാഹിപ്പിച്ചതുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഭരണ മികവിനെയും എടുത്തുകാട്ടുന്നു. ഏതായാലും ഏളി ചോള കാലഘട്ടത്തിൽ തമിഴകത്തിലെ തന്നെ നിർണായകമായ ഒരു രാജാവായിരുന്നു കരികാല ചോളൻ. അതിനപ്പുറം ചോള സാമ്രാജ്യം തന്നെ തകരുകയുണ്ടായി. പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ചോളവംശം ഒരു സാമ്രാജ്യം എന്ന നിലയിൽ തിരിച്ചു വരുന്നത്. AD 850 കാലത്തായിരുന്നു ഇത്. പല്ലവരും പാണ്ഡ്യരുമൊക്കെ ശക്തമായി നിലകൊണ്ടിരുന്ന സമയം കൂടിയാണിത്. ഈ സമയം വിജയാലയ എന്ന രാജാവ് പല്ലവരുടെ ഒരു ദേശത്തെ കമാൻഡറൊക്കെയായി നിലകൊണ്ടിരുന്ന സമയമാണ്. എന്നാൽ പാണ്ഡ്യരും പല്ലവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെ വിജയാലയ തന്ത്രപൂർവ്വം ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ ഒരു അവസരത്തെ വിജയാലയ ഉപയോഗപ്പെടുത്തുകയും പാണ്ഡ്യന്മാരുടെ കീഴിൽ നിലകൊണ്ടിരുന്ന തഞ്ചാവൂർ ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു. ഒപ്പം തന്നെ കാവേരിയുടെ പല പ്രദേശങ്ങളും കീഴടക്കിക്കൊണ്ട് ചോളരുടെ സ്വയംഭരണം എന്ന നിലയിലേക്ക് കൂടി തുടക്കമിട്ട ആളാണ് വിജയാലയ. ഏതായാലും സ്വതന്ത്ര ചോളരാജ്യമുണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ആദിത്യ ഒന്നാമൻ ഭരണത്തിൽ വരുന്നതോടെയാണ്. വിജയാലയ്ക്കപ്പുറം AD 871 അദ്ദേഹത്തിൻ്റെ മകനായ ആദിത്യ ഒന്നാമൻ വരികയുണ്ടായി. തുടക്കകാലത്ത് വിജയാലയെപ്പോലെ തന്നെ പല്ലവരുടെ സഖ്യത്തിലെ ഒരു രാജാവായി തന്നെയാണ് ആദിത്യ ഒന്നാമനും നിലകൊണ്ടത്. ആ കാലത്തെ പല്ലവ രാജാവായ അപരാജിതവർമ്മന് എല്ലാവിധ സഹായങ്ങളും ആദിത്യ ഒന്നാമൻ നൽകുകയുമുണ്ടായി. പല യുദ്ധങ്ങളിലും ആദിത്യ ഒന്നാമൻ പല്ലവർക്ക് വേണ്ടി പോരാടുകയും ചെയ്തു. എന്നാൽ ഈ സഖ്യം അധികകാലം നീണ്ടു നിന്നില്ല. അപരാജിതവർമ്മനും ആദിത്യ ഒന്നാമനും തമ്മിൽ തെറ്റുകയും ഇരുവരും തമ്മിൽ ഒരു യുദ്ധമുണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഇരുവരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ അപരാജിതവർമ്മൻ കൊല്ലപ്പെടുകയും പല്ലവദേശവും കൂടെ ചോളദേശത്തേക്ക് ആദിത്യ ഒന്നാമൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഒപ്പം അപരാജിതവർമ്മൻ പല്ലവരാജ്യത്തിൻ്റെ അവസാനത്തെ രാജാവുമായി മാറി. ഏതായാലും പല്ലവദേശവും പിടിച്ചെടുത്തുകൊണ്ട് തഞ്ചാവൂർ ആസ്ഥാനമാക്കി ആദിത്യ ഒന്നാമൻ ഒരു സ്വതന്ത്ര ചോളദേശം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. പാണ്ഡ്യന്മാരുടെ പ്രദേശങ്ങൾ അടക്കം കീഴടക്കിയ ആദിത്യ ഒന്നാമൻ്റെ കാലത്ത് ചോളരാജ്യം ഒരു വലിയ മേഖലയിലേക്ക് തന്നെ വ്യാപിച്ചു. തഞ്ചാവൂരിനെ അടിമുടി മാറ്റിക്കൊണ്ട് ഒട്ടേറെ അമ്പലങ്ങളും മറ്റും നിർമ്മിച്ച് ഏറ്റവും മനോഹരമായ ചോള തലസ്ഥാനമാക്കി മാറ്റുന്നതിന് തുടക്കം കുറിച്ചതും ആദിത്യ ഒന്നാമനാണെന്ന് പറയാം. മറ്റൊരർത്ഥത്തിൽ ചോള സാമ്രാജ്യത്തിൻ്റെ തിരിച്ചുവരവിന് അടിസ്ഥാനമിട്ടത് ആദിത്യൻ ഒന്നാമൻ എന്നത് തന്നെ. ആദിത്യ ഒന്നാമന് ശേഷം പരാന്തക ഒന്നാമനാണ് ചോളരിലെ മറ്റൊരു ശക്തനായ രാജാവ്. തുടക്കം മുതൽ ഒടുക്കം വരെയും യുദ്ധതൽപരനായിരുന്ന ഒരു രാജാവ് കൂടിയായിരുന്നു ഇദ്ദേഹം. പരാന്തക ഒന്നാമൻ അനേകം പ്രദേശങ്ങൾ കീഴടക്കിയിട്ടുണ്ടെങ്കിലും മധുരൈ പിടിച്ചടക്കിയതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. പാണ്ഡ്യരാജാവായിരുന്ന രാജസിംഹ ശ്രീലങ്കൻ രാജാവിൻ്റെ സഹായം തേടിയെങ്കിൽ പോലും പരാന്തക ഒന്നാമനെ തടയാനായില്ല. അപ്രകാരം വടക്ക് ദേശവും തെക്ക് ദേശവും ഒക്കെ കീഴടക്കിക്കൊണ്ട് പരാന്തക ഒന്നാമൻ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ തന്നെ അധിപനായി തീരുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ തന്നെ രാഷ്ട്രകുദാസിൻ്റെ ആക്രമണം പരാന്തക ഒന്നാമൻ നേരിടുന്നുണ്ടെങ്കിലും അന്ന് പരാന്തക ഒന്നാമനാണ് വിജയിക്കുന്നത്. AD 907 മുതൽ 953 വരെയും ഭരണത്തിലേറിയ പരാന്തക ഒന്നാമൻ്റെ അവസാന കാലത്ത് അദ്ദേഹം നിർമ്മിച്ചെടുത്ത സകലതും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ കൂടി വരുന്നുണ്ട്. അതായത് പാണ്ഡ്യദേശങ്ങളെ കീഴടക്കുകയും അവിടെ ഉണ്ടായിരുന്ന കലുഷിതമായ അവസ്ഥകളെ അമർച്ച ചെയ്തും ചോള സാമ്രാജ്യം അതിശക്തമാവുകയുണ്ടായി. ഇത്തരത്തിൽ വലിയ തോതിൽ ഉയർന്നു വന്ന ചോളർക്കെതിരെ രാഷ്ട്രകുദാസ് വീണ്ടും ഒരു ആക്രമണം നടത്താൻ ഒരുങ്ങി. AD 949 കാലത്താണിത്. ഈ സമയം വയസ്സായിരുന്ന പരാന്തക ഒന്നാമന് പകരം അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ രാജാദിത്യയാണ് യുദ്ധം നയിച്ചത്. രാഷ്ട്രകുദാസിനെ നയിച്ചത് കൃഷ്ണ മൂന്നാമനുമാണ്.
ഏതായാലും ബാറ്റിൽ ഓഫ് തക്കുളം എന്നറിയപ്പെടുന്ന ഈ യുദ്ധത്തിൽ വെച്ച് ചോള സാമ്രാജ്യം തോൽക്കുകയുണ്ടായി. തോറ്റു എന്ന് മാത്രമല്ല, രാജകുമാരനായ രാജാദിത്യ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്രകാരം ചോളർ നേടിയെടുത്ത പല്ലവ പ്രദേശങ്ങളും മറ്റുമൊക്കെ നഷ്ടപ്പെടുകയും പേര് നഷ്ടപ്പെട്ട് ചോള സാമ്രാജ്യം തന്നെ ശിഥിലമാവുകയും ചെയ്തു. ഏതായാലും പിൽക്കാലത്ത് പരാന്തക രണ്ടാമൻ അല്ലെങ്കിൽ സുന്ദരചോളൻ, അതായത് നമ്മൾ പൊന്നിയിൻ സെൽവനിൽ പറയുന്ന സുന്ദരചോളൻ്റെ കാലത്ത് പല പ്രദേശങ്ങളും ചോളർ തിരിച്ചു പിടിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ചോള സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ശക്തനായ രാജാക്കന്മാരിൽ ഒരാളാണ് അടുത്തത്. ഒരുപക്ഷെ പൊന്നിയിൻ സെൽവനിൽ നാം കാണുന്ന അതേ പൊന്നിയിൻ സെൽവൻ അഥവാ അരുൾമൊഴിവർമ്മൻ തന്നെ. ചരിത്രത്തിൽ അദ്ദേഹം പൊതുവെ അറിയപ്പെടുന്നത് രാജരാജ ചോളൻ എന്ന പേരിലാണ്. നഷ്ടപ്പെട്ട ചോള പ്രതാപം തിരിച്ചെടുത്ത വ്യക്തി കൂടിയായിട്ടാണ് രാജരാജ ചോളനെ ചരിത്രം കണക്കാക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്നത് AD 985 മുതൽ 1014 വരെയാണ്. യുദ്ധങ്ങളും കീഴടക്കലുകളും എന്ന നയം തന്നെ പിന്തുടർന്ന രാജരാജ ചോളൻ തനിക്ക് മുന്നിലുണ്ടായിരുന്ന മിക്ക പ്രദേശങ്ങളും കീഴടക്കുകയുണ്ടായി. ഉത്തരമേഖലകളും കലിംഗ പ്രദേശങ്ങളും കേരളത്തിലെ ചേരന്മാരും പാണ്ഡ്യന്മാരും ചാലൂക്യരുടെ പ്രദേശങ്ങളും ഒക്കെ തന്നെ രാജരാജ ചോളൻ്റെ സൈന്യത്തിൻ്റെ ശക്തി അറിഞ്ഞവരാണ്. ഇത്തരത്തിൽ ഈ മേഖലകളെ ആകെ കീഴടക്കിക്കൊണ്ട് ഒരു വലിയ ചോള സാമ്രാജ്യത്തിന് തന്നെ രാജരാജ ചോളൻ തുടക്കമിടുകയുണ്ടായി. ഒപ്പം തന്നെ ചരിത്രത്തിൽ ചോളരെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ നാവിക ശക്തിക്ക് മുന്നേറ്റമുണ്ടാക്കിയതും രാജരാജ ചോളനാണ്. അപ്രകാരം തൻ്റെ നാവിക ശക്തിയിൽ രാജരാജ ചോളൻ ഇന്ത്യൻ പ്രദേശങ്ങളും കടന്നു പോവുകയുണ്ടായി. ശ്രീലങ്കൻ പ്രദേശങ്ങളും മാൽദ്വീപ്സും ഒക്കെ കീഴടക്കിയ രാജരാജ ചോളൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മേഖലകളിൽ ആ കാലത്ത് വലിയ സ്വാധീനമായി തന്നെ മാറുകയുണ്ടായി. ഒരു വലിയ സാമ്രാജ്യത്തെ തന്നെയാണ് സത്യത്തിൽ രാജരാജ ചോളൻ സൃഷ്ടിച്ചെടുത്തത് എന്ന് പറയാം. ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തനായ, ഏറ്റവും കഴിവുറ്റ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു രാജരാജ ചോളൻ. അദ്ദേഹം ഒട്ടനവധി പ്രദേശങ്ങളെ വെട്ടിപ്പിടിച്ച ഒരു ജേതാവായിരുന്നു. തൻ്റെ കീഴിലുള്ള എല്ലാ പ്രദേശങ്ങളിലും ഭരണ സംവിധാനമൊരുക്കിയ ഒരു മികച്ച ഭരണാധികാരി കൂടിയായിരുന്നു. ഇത്തരത്തിൽ മികച്ച ഒരു സാമ്രാജ്യവും ഭരണ സംവിധാനവും നാവിക ശക്തി ഉൾപ്പെട്ട ഒരു വലിയ സൈന്യവും ഒക്കെ തന്നെ ചോളർക്കായി രാജരാജ ചോളൻ നിർമ്മിച്ചു നൽകുകയുണ്ടായി. ഒട്ടേറെ അമ്പലങ്ങളും മറ്റും നിർമ്മിച്ച രാജരാജ ചോളൻ നിർമ്മിച്ചതാണ് അത്ഭുതമായി ഇന്നും നിലനിൽക്കുന്ന ബൃഹദീശ്വര ക്ഷേത്രം. രാജരാജ ചോളന് ശേഷം ചോള സാമ്രാജ്യത്തിൻ്റെ നായകസ്ഥാനത്തെത്തിയത് അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന രാജേന്ദ്ര ചോളനായിരുന്നു. അദ്ദേഹവും അച്ഛൻ്റെ അതേ പാത തന്നെയാണ് പിന്തുടർന്നത്. കീഴടക്കൽ നടപടികൾ തുടർന്നു കൊണ്ടുപോയ രാജേന്ദ്ര ചോളനും സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തി വലുതാക്കി. ശ്രീലങ്കൻ പ്രദേശങ്ങളും ചേര പാണ്ഡ്യ നാടുകളുമൊക്കെ അദ്ദേഹം ചോളരോട് കൂട്ടിച്ചേർത്തു. ഉത്തരമേഖലകളും കീഴടക്കി അദ്ദേഹം തൻ്റെ ഉത്തര അതിർത്തി തുംഗഭദ്ര നദിയിലേക്ക് വരെ കൊണ്ടുചെന്നെത്തിച്ചു. കലിംഗദേശത്തിലൂടെ ഒറീസയും ബസ്താരയും കീഴടക്കിക്കൊണ്ട് ബംഗാൾ മേഖലകൾ കീഴടക്കിയ രാജേന്ദ്ര ഒന്നാമൻ മഹിപാല രാജാവിനെ തോൽപ്പിക്കുകയും ചെയ്തു. എങ്കിൽ പോലും ഉത്തരമേഖലകളിൽ അദ്ദേഹം ഭരണ സംവിധാനങ്ങളോ അതിർത്തികളോ ഒന്നും കൊണ്ടുവന്നില്ല. അതായത് ഈ കീഴടക്കലുകൾ തൻ്റെ ശക്തി ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാവാം എന്നത് തന്നെ. രാജരാജ ചോളനെ പോലെ തന്നെ തൻ്റെ നാവിക ശക്തിയെ വർദ്ധിപ്പിക്കാനും രാജേന്ദ്ര ചോളൻ നടപടികളെടുത്തു. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ആ കാലത്ത് പ്രബല ശക്തിയായിരുന്ന ശ്രീവിജയ സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്യുകയും കീഴടക്കുകയും ചെയ്തു രാജേന്ദ്ര ചോളൻ. അപ്രകാരം ആ കാലത്ത് കടലിലെ ഏറ്റവും വലിയ ശക്തിയായി ചോള സാമ്രാജ്യം മാറുകയും ചെയ്തു. മികച്ച യോദ്ധാവും ഭരണാധികാരിയുമായ രാജേന്ദ്ര ചോളൻ്റെ കാലത്ത് ചോള സാമ്രാജ്യം വികസിക്കുകയുണ്ടായി. അദ്ദേഹമാണ് ഗംഗൈകൊണ്ട ചോളപുരം എന്ന പേരിൽ തൻ്റെ തലസ്ഥാനം തന്നെ സൃഷ്ടിച്ചത്. ഒട്ടേറെ അമ്പലങ്ങളും കെട്ടിടങ്ങളും ഒക്കെയായി അച്ഛൻ്റെ അതേ പാത തന്നെ രാജേന്ദ്ര ചോളനും പിന്തുടരുകയുണ്ടായി. രാജരാജ ചോളൻ നിർമ്മിച്ചെടുത്ത സാമ്രാജ്യത്തെ കൂടുതൽ വികസിപ്പിച്ചതിലൂടെ ചോള സാമ്രാജ്യത്തെ കൂടുതൽ വിപുലീകരിക്കുകയാണ് രാജേന്ദ്ര ചോളൻ്റെ കാലത്തുണ്ടായത്. ഒരുപക്ഷെ രാജരാജ ചോളനെ പോലെ തന്നെ മികച്ചു നിന്ന ഒരു ഭരണാധികാരി കൂടിയാണ് രാജേന്ദ്ര ചോളനും. രാജേന്ദ്ര ചോളൻ ഇപ്പുറം അധികാരത്തിലെത്തിയത് രാജാതിരാജ ഒന്നാമനാണ്. സാമ്രാജ്യ വിപുലീകരണത്തിനപ്പുറം നിലവിലെ പ്രദേശങ്ങളിൽ ഉയർന്നു വന്നിരുന്ന കലാപക്കൊടികളെ അടിച്ചമർത്തുന്നതിനായിരുന്നു രാജാതിരാജ ശ്രദ്ധിച്ചത്. 1052 ഒരു യുദ്ധത്തിനിടയിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. മറ്റൊരർത്ഥത്തിൽ രാജേന്ദ്ര ഒന്നാമനിപ്പുറം ചോള സാമ്രാജ്യത്തിൻ്റെ വീഴ്ചയും ആരംഭിക്കുകയാണ്. പിന്നെയും ഒരുപാട് രാജാക്കന്മാർ ചോള സാമ്രാജ്യത്തിനെ ഭരിച്ചെങ്കിലും ഈ കാലഘട്ടത്തിലാകെ ഘട്ടം ഘട്ടമായി ചോള സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തിയും കുറഞ്ഞു തുടങ്ങി. ഒടുവിൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനപ്പുറം രാജേന്ദ്ര മൂന്നാമൻ്റെ ഭരണകാലത്ത് പാണ്ഡ്യരുടെ ആക്രമണത്തിൽ ചോള സാമ്രാജ്യം തകരുകയാണ് ഉണ്ടായത്. അപ്രകാരം പാണ്ഡ്യരുടെ മേധാവിത്വം അംഗീകരിക്കുന്ന ഒരവസ്ഥ ചോള സാമ്രാജ്യം നേരിടുകയുണ്ടായി.
മറ്റൊരർത്ഥത്തിൽ സ്വതന്ത്ര ചോള സാമ്രാജ്യം എന്നത് AD 1270 അവസാനിച്ചു.